നമുക്കിനി കോട്ടയം ജില്ലയിലേക്ക് പോകാം. അവിടെ പടിഞ്ഞാറൻ മേഖലയിൽ വെള്ളക്കെട്ട് രൂക്ഷമാവുകയാണ്. മീനച്ചിലാർ കരകവിഞ്ഞ് ഒഴുകി നിരവധി വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട്. കോട്ടയം കുമരകം റോഡിലെ മിക്ക സ്ഥലങ്ങളും വെള്ളത്തിനടിയിലായി. ഇതുവഴിയുള്ള ഗതാഗതം തടസ്സപ്പെട്ടു. വലിയ വാഹനങ്ങൾക്ക് മാത്രമാണ് ഇപ്പോൾ നിലവിൽ സഞ്ചരിക്കാൻ കഴിയുന്നത്. കെ അഖിൽ വിവരങ്ങൾ നൽകാൻ നമുക്കൊപ്പം ചേരുകയാണ്. അഖിൽ, അപ്പോൾ ഈരാറ്റുപേട്ട പോലെയുള്ള കിഴക്കൻ മേഖലകളിൽ നിന്ന് വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ പടിഞ്ഞാറൻ മേഖലകളിലേക്ക് ആ വെള്ളം ഇരച്ചെത്തുകയാണ്. അത് കോട്ടയത്തിൻ്റെ പല ഭാഗങ്ങളെയും വെള്ളത്തിൽ മുക്കുകയാണോ? എന്താണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം? പ്രത്യേകിച്ച് ഇല്ലിക്കൽ കവല പോലുള്ള സ്ഥലങ്ങളിലെല്ലാം വലിയ വെള്ളക്കെട്ടാണെന്നൊക്കെ കേൾക്കുന്നു. എന്താണ് അഖിൽ വിവരങ്ങൾ? ഷിയാസ് പറഞ്ഞതുപോലെ തന്നെ അതിരൂക്ഷമായ വെള്ളക്കെട്ടാണ് ഉണ്ടായി വരുന്നതാണ്. കാരണം മീനച്ചിലാർ അത്രത്തോളം വെള്ളം പൊന്തുകയും വെള്ളം ഇരു കരകളിലേക്കും കവിഞ്ഞൊഴുകുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്നുള്ളതാണ്. കഴിഞ്ഞ മുൻകാലങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഇത്തവണ വളരെയധികം വലിയ തോതിൽ വെള്ളം കയറിയിട്ടുണ്ട് എന്ന് പറയേണ്ടി വരും. അതായത് 2018 പ്രളയത്തിന് സമാനമായ രീതിയിൽ ഇത്തവണ വെള്ളം കയറിയിട്ടുണ്ട് എന്നുള്ളതാണ്. വാഹനങ്ങൾ, വലിയ വാഹനങ്ങൾക്ക് മാത്രം കടന്നു പോകാൻ കഴിയുന്ന രീതിയിൽ വെള്ളം വന്നിട്ടുണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന താഴത്തങ്ങാടിയാണ്. താഴത്തങ്ങാടിയിൽ നിന്നും ഇല്ലിക്കൽ കവലയിൽ അത്ര എളുപ്പത്തിൽ, അതായത് ബസ്സോ ലോറിയോ പോലുള്ള വാഹനങ്ങൾ ഒഴിച്ച് മറ്റുള്ള കാറുകൾക്കൊന്നും തന്നെ ആ ഇല്ലിക്കൽ കവല കഴിഞ്ഞ് അപ്പുറത്തേക്ക് പോകാൻ പറ്റാത്ത രീതിയിൽ അത്രത്തോളം വലിയ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ടെന്നാണ്. നമ്മളിപ്പോൾ നിൽക്കുന്ന താഴത്തങ്ങാടിയാണ്. ഇതിന് പുറകിലേക്കുള്ള ഭാഗത്തേക്കൊക്കെ തന്നെ ഇതിനോടകം വെള്ളം കയറി കഴിഞ്ഞു. നമ്മൾ നടന്ന ആ ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത്രത്തോളം വെള്ളം എത്തിയിട്ടുണ്ട് എന്നുള്ളത്. എന്നാൽ രാത്രിയത്തേക്കാൾ വലിയ തോതിൽ വെള്ളം കയറിയിട്ടുണ്ട്. ഇപ്പോൾ ആളുകളൊക്കെ തന്നെ ഈ വീടിന് മുൻപിൽ മറ്റേ എങ്ങനെയും ഉള്ളിലേക്ക് കയറാതിരിക്കാനുള്ള തടയ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നോ. കാരണം ഓരോ മണിക്കൂറിലും വെള്ളം കൂടുകയാണ്. ഇത് ഈ പെയ്ത്ത് വെള്ളം അല്ലെങ്കിൽ മഴ പെയ്ത് വന്നതല്ല. കഴിഞ്ഞ ദിവസം ഉരുളുപൊട്ടി ഉണ്ടായ പാല ഭാഗത്തൊക്കെ ഉരുളുപൊട്ടി ഉണ്ടായ വെള്ളം, ആ വെള്ളം ഒഴുകി എത്തിയതാണ് ഇത് എന്നുള്ളതാണ്. അവിടെ കിഴക്കൻ മേഖലയിലെ വെള്ളം താണു. കിഴക്കൻ മേഖലയിൽ വെള്ളം താണു. മുട്ടിന് മുകളിൽ വെള്ളമുണ്ട് എന്നുള്ള ചേട്ടാ. ഇപ്പോൾ യാത്രത്തേക്കാളും വെള്ളം കൂടിയില്ലേ? ഇപ്പോൾ ഒരടിയെങ്കിലും മുകളോട് കൂടിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഇത്ര ഇങ്ങനെ വെള്ളം ഈ 18 മറ്റേ പ്രളയത്തിനുണ്ടായതേ ഉള്ളൂ ഇത്രയും വെള്ളം കയറിയത്. അതിനുശേഷം ഇതുപോലെ വെള്ളം കയറിയിട്ടില്ല. എന്നാൽ റോഡ് വരെ വരത്തുള്ളായിരുന്നു. ഇതിപ്പോൾ അല്ല, ഇനി കൂടിക്കൊണ്ടിരിക്കുകയാണ്. കുറേയല്ല, വെള്ളം കൂടിക്കൊണ്ടിരിക്കുകയാണ്. റോഡിലേക്ക് കയറിയുള്ളൂ, വീടിനുള്ളിലേക്കൊന്നും ഇല്ല. അതിൽ കൂടുതലാണ് വെള്ളം വന്നിരിക്കുന്നത്. ഇപ്പോൾ കയറി തുടങ്ങിയല്ലോ, കയറി തുടങ്ങി. നേരത്തെ അങ്ങോട്ടൊന്നും വെള്ളം കടക്കിയത്. ഇപ്പോൾ അങ്ങോട്ട് അവിടുത്തെ പുറകിലെ വീട്ടിലോട്ടൊക്കെ വെള്ളം കയറാൻ തുടങ്ങിയിട്ടുണ്ട്. റോഡ് ശരിക്കും പറഞ്ഞാൽ കുറച്ചു നേരം കൂടി നിന്ന് കഴിഞ്ഞാൽ വീടിനുള്ളിലേക്ക് കയറുന്നൊരു പേടി. ഇതുപോലെ ആണെങ്കിൽ കയറാനുള്ള സാധ്യത ഉണ്ട്. ഈ ബൈക്കുകളും അതുപോലെ തന്നെ ചെറു വാഹനങ്ങളും ഇതുവഴി കടന്നു പോകാതിരിക്കുക എന്നുള്ളത് തന്നെയാണ്. കാരണം ഇപ്പോൾ ഇവിടെ ഒരു ബൈക്ക് ഒന്ന് കുടുങ്ങിയിട്ടുണ്ട്. എന്തായാലും ബൈക്കൊന്ന് മാറ്റി ഈ രീതിയിൽ വെള്ളമുണ്ട്. വിചാരിക്കുന്ന അത്രയല്ല, മുട്ടോളമൊക്കെ വെള്ളമുണ്ട് എന്നുള്ളതാണ്. അങ്ങോട്ട് പോകത്തില്ല, അവിടെ മുഴുവൻ വെള്ളമാണ്. വലിയ രീതിയിലുള്ള വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കോട്ടയം ജില്ലയുടെ താഴ്ന്ന പ്രദേശങ്ങളാണ്. അപ്പുറം കുട്ടനാട്, അതുപോലെ തന്നെ കുമരകം ഭാഗത്തൊക്കെ ഇന്നലെ മാത്രം 7-ലധികം ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത്. അത്രത്തോളം വലിയ രീതിയിൽ വെള്ളക്കെട്ട് വരുന്നു എന്നുള്ളതാണ്. 7-ലധികം ദുരിതാശ്വാസ ക്യാമ്പുകൾ ഇന്നലെ മാത്രം തുടങ്ങേണ്ടി വന്നു. ഈ ചെറിയ വാഹനങ്ങളൊന്നും അതിൽ സ്വാഭാവികമായും പറയാനുള്ളത് മലരിക്കൽ പോലുള്ള സ്ഥലങ്ങളുണ്ട്. മലരിക്കൽ പോലുള്ള വിനോദസഞ്ചാര മേഖലകളുണ്ട്. അവിടെയൊക്കെ മുട്ടിന് മുകളിലേക്കൊക്കെ വെള്ളം എത്തിക്കഴിഞ്ഞു. ആളുകൾ ഇനി മലരിക്കലൊന്നും കാണാനായിട്ട് വരരുത് എന്നൊരു നിർദ്ദേശം കൂടി നൽകാനുണ്ട് എന്നുള്ളതാണ്. കാരണം അത്രത്തോളം വെള്ളം ഓരോ ഭാഗത്തും കൂടി വരികയാണ് എന്നുള്ളതാണ്. വാഹനങ്ങൾക്കൊന്നും കടന്നു പോകാൻ കഴിയാത്ത രീതിയിൽ വെള്ളക്കെട്ട് മീനച്ചിലാർ അത്രത്തോളം കരകവിഞ്ഞു. അതായത് അദ്ദേഹത്തിന്റെ വാക്കുകളുണ്ട്. അത് ഇവിടെ ഈ പ്രദേശത്തുള്ള വ്യക്തിയാണ്. 2018 ശേഷം, അതിനിടയിൽ പണ്ട് റോഡിലേക്ക് കയറിയിട്ടേ ഉള്ളൂ. പക്ഷേ ഇത്തവണ ഈ റോഡ് സൈഡിലുള്ള വീടുകളിലേക്ക് പോലും പെട്ടെന്ന് വെള്ളം കയറുന്ന കുറച്ച് പൊന്തി നിൽക്കുന്ന ഭാഗമാണ് ഇവിടെ. അതായത് ഇപ്പോൾ മീനച്ചിലാർ ഏതാണ്, കര ഏതാണ്, പുഴ ഏതാണെന്ന് പോലും മനസ്സിലാവാത്ത തരത്തിൽ വെള്ളം കയറിയിട്ടുണ്ടല്ലേ? അത് തീർച്ചയായിട്ടും നമുക്ക് ഇവിടെ ഈ വീടുകളുടെ ഈ ഭാഗത്തൊക്കെ കാണാൻ കഴിയും. അവിടെ ഒരു ഷീൽഡ് പോലെ വെച്ചിട്ടുണ്ട് ഗേറ്റ് മുമ്പിൽ. എന്നിട്ട് പോലും അതിനപ്പുറത്തേക്ക് വെള്ളം കയറിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഇവിടെയുള്ള ഈ പുറവശത്തെ വീട്ടിലേക്കൊക്കെ വലിയ രീതിയിൽ വെള്ളം കയറി കഴിഞ്ഞു. ഏകദേശം ആണ്. ആ പുറകിലൊക്കെ ഗേറ്റിന്റെ അവിടെയൊക്കെ മൊത്തം വെള്ളം കയറുന്നു. അതിന്റെ അങ്ങപ്പുറത്ത് ആ റോഡിന്റെ അങ്ങോട്ടെല്ലാം കുത്തൊഴുക്കാം. പുറകിലൊക്കെ പള്ളിക്കോണത്തൊക്കെ മൊത്തം വെള്ളം. ഒഴുക്കുണ്ടെന്ന് തോന്നില്ലേ വെള്ളത്തിന്? ഒഴുക്കുണ്ട്. കണ്ടോ, ഇതുണ്ട്. മഴ പെയ്യുന്നുണ്ട്, വേസ്റ്റ് ഒക്കെ വരുന്നുണ്ട്. ഇന്ന് രാത്രി 9:30 ഇതിലൂടെ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഒഴുകുന്നുമുണ്ട്. ഈ മുമ്പ് അവിടെ പെയ്ത മഴ ഇവിടെ എത്തി തുടങ്ങി.
ഇതിൽ ചിന്തിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട് ഷിയാസ്. അതായത് ഇന്നലെ രാവിലെയോട് കൂടിയൊക്കെ തന്നെ പാലയിലും ഈരാറ്റുപേട്ടയിലും ഒക്കെ വെള്ളം താഴ്ന്നു. അതായത് അവിടെ പുഴയിൽ മീനച്ചിലാറിൽ കാര്യമായ വെള്ളമില്ല എന്നുള്ളതാണ്. കിഴക്കൻ മേഖലയിലേക്ക് എത്തുമ്പോൾ വെള്ളം നല്ല രീതിയിൽ താഴുകയും ചെയ്തു. പക്ഷേ ആ ഒലിച്ച വെള്ളം അത് ഇപ്പോഴാണ് ഈ കോട്ടയത്തേക്ക് എത്തുന്നത്, അല്ലെങ്കിൽ കോട്ടയത്തിന്റെ പടിഞ്ഞാറൻ മേഖലയിലേക്ക് എത്തുന്നത്. അഖിലാണ് വിവരങ്ങൾ നൽകിയത്. അഖിലാണ് ആ കാഴ്ചകളൊക്കെ കാണിച്ചത്. അപ്പോൾ താഴത്തങ്ങാടിയിലെ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. താഴത്തങ്ങാടി മുതൽ ഇല്ലിക്കൽ കവല വരെയുള്ള പ്രദേശം ആകപ്പാടെ വെള്ളത്തിൽ മുങ്ങിയിരിക്കുകയാണ്. ചെറുവാഹനങ്ങൾ അതുവഴി പരമാവധി പോവാതെ ഇരിക്കുക. അവിടെ വലിയ വെള്ളക്കെട്ടുണ്ട്. വലിയ വാഹനങ്ങൾക്ക് മാത്രമേ കടന്നു പോകാൻ സാധിക്കൂ. ഇവിടെ നാട്ടുകാരൊക്കെ പറയുന്നത് 2018 ഇതിനു മുൻപ് ഇത്ര വലിയൊരു വെള്ളക്കെട്ട്, ഒരു വെള്ളപ്പൊക്കം അവിടെ ഉണ്ടായത്. ഇത് മഴ പെയ്ത് സംഭവിക്കുന്നതല്ല. അത് കിഴക്കൻ മലയോര മേഖലകളിൽ നിന്നുള്ള ഉരുൾപൊട്ടൽ, വെള്ളപ്പൊക്കം, അത് പടിഞ്ഞാറൻ മേഖലകളിലേക്ക് വലിയ വെള്ളമായി വരികയാണ്. അപ്പോൾ കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകൾ കൊണ്ട് തന്നെ 3-4 അടി വെള്ളം ഉയർന്നിട്ടുണ്ട്. വരും മണിക്കൂറുകളിലും വെള്ളം കയറാനുള്ള സാധ്യതയാണ് നാട്ടുകാർ കാണുന്നത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, സൂക്ഷിക്കുക, മുന്നറിയിപ്പുകളെല്ലാം പാലിക്കാൻ ശ്രമിക്കുക. ഇനിയിപ്പോൾ എറണാകുളം അടക്കമുള്ള മറ്റു ജില്ലകളുടെ അവസ്ഥ കൂടി നമുക്ക്